ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ വീട്ടിൽ തന്നെ ഒരു ലൈറ്റ് ഉണ്ടാക്കിയാലോ, അതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യുക വഴി നമുക്ക് കറണ്ടിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ബാറ്ററിയാണ് കേട്ടോ. ഇത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. നമ്മുടെ കാറിൻ്റെ പഴയ ബാറ്ററിയാണ് കേട്ടോ. ഇത് കമ്പനി വരുന്ന ആമറോൺ ആണ് കേട്ടോ. അതുപോലെ ഈ കാണുന്നത് അതിൻ്റെ ചാർജറാണ്. ഇതിന് ഏകദേശം 1000 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ. അതുപോലെ ഈ കാണുന്നത് അതിൻ്റെ കണക്ഷൻസ് ആണ്. ആ റെഡ് പോസിറ്റീവും അതുപോലെ ബ്ലാക്ക് നെഗറ്റീവാണ് കേട്ടോ. റെഡ് പോസിറ്റീവ് സൈഡിലും ബ്ലാക്ക് നെഗറ്റീവ് സൈഡിലുമാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചാർജറിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടല്ലോ, ഇപ്പം ചാർജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം നമ്മളിത് 3 മണിക്കൂർ ചാർജ് ചെയ്യണം കേട്ടോ. 3 മണിക്കൂർ ഇട്ടെങ്കിൽ മാത്രമേ ഏകദേശം ഒരു ഫുൾ ചാർജ് എടുത്ത് വരത്തുള്ളേ. ഞാനിതിവിടെ നേരത്തെ തന്നെ ചാർജ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് കാണിച്ചതേ അവിടെ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ലൂസ് വയറാണ് കേട്ടോ. അപ്പോൾ വയറ് നമ്മളൊരു 10 മീറ്ററാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു LED ലൈറ്റാണ് കേട്ടോ. ഇതിലിപ്പം 168 ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിന് 190 രൂപയാണ് വില വരുന്നത്. നമ്മളിവിടെ 2 വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വയറ് നേരെ നമ്മുടെ ബാറ്ററിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ 2 കണക്റ്റേഴ്സ് ആവശ്യമാണ്. കണക്ഷൻ്റെ കാര്യത്തിലും റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആണ്. അത് ഞാൻ മുമ്പേ കാണിച്ച രീതിയിൽ തന്നെ പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും കണക്ട് ചെയ്താൽ മതിയേ. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വയറിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അടുക്കളയിലോട്ടും ഹോളിലോട്ടുമാണ് ലൈറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ക്ലിപ്പേൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ടേ. ഇപ്പോൾ ഞാനിത് കണക്ട് ചെയ്ത് കാണിക്കാം കേട്ടോ നിങ്ങളെ. എന്നിട്ട് നമുക്കൊന്ന് ലൈറ്റ് ടെസ്റ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരാരും സ്കിപ്പ് ചെയ്ത് പോകില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടേ. ഇപ്പോൾ നമുക്ക് നേരെ ഹാളിലേക്ക് പോയി ലൈറ്റൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ട്യൂബ് ലൈറ്റൊക്കെ ഓഫാണ്. ഇത് നിങ്ങൾ കാണിക്കാനുള്ള ലൈറ്റ് മാത്രമാണ് നമ്മളിവിടെ കണക്ട് ചെയ്തേക്കുന്നത്. കണ്ടല്ലോ, നല്ല പ്രകാശമുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. സംഭവം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കണക്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അധികം ഓവറായിട്ട് ചിലവും വരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബോർഡിനും അതുപോലെ വയറും കണക്ഷനും എല്ലാം കൂടി 500 രൂപയാണ് വന്നേക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പം നമുക്ക് ഇതിൽ നിന്നൊരു 2 മണിക്കൂർ അടുത്ത് ലൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ 5 ലൈറ്റ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളിവിടെ 2 കണക്ട് ചെയ്തേക്കുന്നത്. ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ കിട്ടാൻ 2 ലൈറ്റ് കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. 5 ലൈറ്റൊക്കെ കണക്ട് ചെയ്താൽ നമുക്കൊരു അരമണിക്കൂർ അടുത്ത് കിട്ടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ 2 ബോർഡ് കണക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഏകദേശം 2 മണിക്കൂർ അടുത്ത് തന്നെ ലൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മളിതിൻ്റെ കണക്ഷൻ വയർ വാങ്ങുമ്പം മാക്സിമം ലൂസ് ആയിട്ടുള്ള വയർ വാങ്ങാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ചാർജും ലാഭിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നതിൽ കൂടെ തന്നെ നമുക്ക് കറണ്ട് ബില്ല് മാക്സിമം കുറയ്ക്കാൻ പറ്റുമേ. നമ്മൾ ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നതിൻ്റെ ചിലവ് മാത്രമേ അവിടെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി എന്തുകൊണ്ട് നോക്കിയാലും നമുക്കിത് ലാഭം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റായിട്ട് ഇടാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ.